സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഇന്ന് 4 പേർ മരിച്ചു. മലപ്പുറം, തൃശൂർ, പാലക്കാട്, എറണാകുളം ജില്ലകളിലാണ് എലിപ്പനി മരണം റിപ്പോർട്ട് ചെയ്തത്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രികൾ വഴിയും പ്രത്യേക കേന്ദ്രങ്ങൾ വഴിയും പ്രതിരോധ മരുന്ന് വിതരണം ആരംഭിച്ചു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമായി നടക്കുമ്പോഴും വെള്ളപ്പൊക്കമുണ്ടായ സ്ഥലങ്ങളിൽ എലിപ്പനി പടരുകയാണ്. വെള്ളപ്പൊക്കം ഏറെ ദുരിതം വിതച്ച മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് കൂടുതൽ എലിപ്പനി ബാധ റിപ്പോർട്ട് ചെയ്യുന്നത്. മലപ്പുറം ചമ്രവട്ടം സ്വദേശി ശ്രീദേവി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. തൃശൂർ കോടാലി സ്വദേശി സിനേഷിന്റെ മരണവും എലിപ്പനിയെ തുടർന്നാണെന്നാണ് നിഗമനം. പെരുമ്പാവൂർ കൂവപ്പടി സ്വദേശി കുമാരി ഷാജിയുടെ മരണകാരണവും എലിപ്പനിയാണ്. പറവൂർ കരുമാരൂരിലെ ബന്ധുവീട്ടിൽ ഇവർ ശുചീകരണത്തിന് പോയിരുന്നു. അവിടെ നിന്നാണ് എലിപ്പനി ബാധിച്ചതെന്നാണ് സംശയം. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എലിപ്പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പാലക്കാട് മുണ്ടൂർ ഏഴക്കാട് ചമ്പക്കര വീട്ടിൽ നിർമ്മലയും മരിച്ചു. വയനാട്ടിൽ പനിബാധിതരായ 2 പേരുടെ മരണം റിപ്പോർട്ട് ചെയ്തെങ്കിലും എലിപ്പനിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. ഇവരുടെ രക്തസാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. പനി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആശുപത്രികൾ വഴിയും പ്രത്യേക കേന്ദ്രങ്ങൾ വഴിയും പ്രതിരോധ മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ആരോഗ്യ പ്രവർത്തകർ വീടുകൾ തോറും കയറി മരുന്നുകൾ വിതരണം ചെയ്യുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എലിപ്പനി രോഗലക്ഷണങ്ങളോടെ ചികിത്സയിലുള്ള 130 പേരിൽ 31 പേർക്കും രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കോഴിക്കോട്. എലിപ്പനി നിയന്ത്രിക്കുന്നതിൽ അടുത്ത 2 ദിവസം കൂടി നിർണായകമാകുമെന്ന് ആരോഗ്യവകുപ്പ്. ബുധനാഴ്ചയോടെ രോഗവ്യാപനം നിയന്ത്രിക്കാനാവുമെന്നാണ് കണക്കുകൂട്ടൽ. പ്രളയ മേഖലയിൽ കഴിയുന്നവരും പ്രളയജലവുമായി ബന്ധപ്പെട്ടവരും പ്രതിരോധ ഗുളികകൾ 6 ആഴ്ച നിർബന്ധമായും കഴിക്കണമെന്ന് നിർദ്ദേശം നൽകി. കാസർഗോഡ് ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും എലിപ്പനി പടരാനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്. വെള്ളപ്പൊക്കം ആദ്യമുണ്ടായ മലബാർ മേഖലയിൽ തുടക്കത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നില്ല. അതിനാലാണ് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കൂടുതൽ പേർക്ക് എലിപ്പനി ബാധിച്ചത്. എന്നാൽ മറ്റു ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായ ആദ്യ ദിവസങ്ങളിൽ തന്നെ പ്രതിരോധ മരുന്ന് നൽകിയിരുന്നു. പ്രതിരോധ മരുന്ന് എല്ലാവരും കഴിക്കുകയും നിർദ്ദേശപ്രകാരമുള്ള മുൻകരുതൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ രോഗം പടരുന്നത് കുറയും. 2 ദിവസത്തിനകം മരണനിരക്കിലും കുറവുണ്ടാകും. രോഗപ്രതിരോധം, ചികിത്സ, സാമ്പിൾ കളക്ഷൻ എന്നിവയിൽ പാലിക്കേണ്ട നിബന്ധനകൾ ഉൾപ്പെടുത്തി ആരോഗ്യവകുപ്പ് ചികിത്സാ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആശുപത്രികളിലെ പ്രത്യേക കൗണ്ടർ വഴിയാകും പ്രതിരോധ ഗുളികകൾ നൽകുക. ആഴ്ചയിൽ ഒരിക്കൽ 200 മില്ലിഗ്രാം ഡോക്സിസൈക്ലിൻ കഴിക്കണം. 6 ആഴ്ച കഴിക്കാനാണ് നിർദ്ദേശം. രോഗം മൂർച്ഛിച്ചവർക്ക് പെൻസിലിൻ ചികിത്സ ആവശ്യമെങ്കിൽ അതും ഉറപ്പുവരുത്തണം. പെൻസിലിൻ ചികിത്സയ്ക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. എലിപ്പനി രോഗം മൂർച്ഛിച്ചവർക്ക് പെൻസിലിൻ ചികിത്സ നൽകാൻ ഡോക്ടർമാർ ആദ്യഘട്ടത്തിൽ മടിച്ചതാണ് മരണനിരക്ക് കൂടാൻ കാരണമായി ആരോഗ്യവകുപ്പ് കണക്കാക്കുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ പെൻസിലിൻ ചികിത്സയ്ക്ക് മാനദണ്ഡം പ്രഖ്യാപിച്ചതും പ്രതിരോധ മരുന്ന് കൃത്യമായി വിതരണം ചെയ്യുന്നതും എലിപ്പനി നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൂട്ടലും. ഉമേഷ് ബാലകൃഷ്ണൻ, ന്യൂസ് 18 തിരുവനന്തപുരം. PV അൻവർ MLAയുടെ ഉടമസ്ഥതയിൽ അനധികൃത റിസോർട്ടും PVR നാച്ചുറൽ ടൂറിസം വില്ലേജിന് കീഴിലാണ് അനധികൃത റിസോർട്ട് പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് കൂടരഞ്ഞിയിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിന് അനുമതിയില്ലെന്ന് പഞ്ചായത്ത് രേഖകൾ വ്യക്തമാക്കുന്നു. അനധികൃത റിസോർട്ടിന്റെ ആകാശ ദൃശ്യങ്ങൾ ന്യൂസ് 18 പുറത്തുവിട്ടു. ഇതാണ് കൂടരഞ്ഞി പഞ്ചായത്തിലെ PVR നാച്ചുറൽ റിസോർട്ട്. PVR നാച്ചുറൽ ടൂറിസം വില്ലേജിന് കീഴിലാണ് റിസോർട്ട് പ്രവർത്തിക്കുന്നത്. ടൂറിസം വില്ലേജിന്റെ ഉടമസ്ഥൻ നിലമ്പൂർ MLA PV അൻവർ. സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിലാണ് റിസോർട്ട്. വെബ്സൈറ്റിൽ പരസ്യവും നൽകിയിട്ടുണ്ട്. എന്നാൽ 7 ഏക്കറിൽ പ്രവർത്തിക്കുന്ന റിസോർട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്ന് പഞ്ചായത്ത് വ്യക്തമാക്കുന്നു. ഇവിടെ 12 വില്ലകൾ ഉണ്ട്. റിസോർട്ടെന്ന് വെബ്സൈറ്റിൽ പരസ്യം ചെയ്ത് ഈ വില്ലകൾ വിൽപ്പന നടത്തിയതായും ആരോപണമുണ്ട്. പാർപ്പിട ആവശ്യത്തിനാണ് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. വിവരാശ നിയമപ്രകാരം കൂടരഞ്ഞി പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. കാരണം കക്കാടംപൊയിൽ പ്രദേശത്ത് നിരവധിയായിട്ടുള്ള റിസോർട്ടുകൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ പരിസ്ഥിതിലോല പ്രദേശമായിട്ടുള്ള കക്കാടംപൊയിൽ ഇത്തരം റിസോർട്ടുകൾക്ക് അനുമതി കൊടുക്കുന്ന സമയത്ത് ചില നിർമ്മാണ ഘട്ടങ്ങളിൽ ചില നിയന്ത്രണങ്ങളുണ്ട്. അത് പാലിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിവരാശം കൊടുത്തത്. അൻവറിന്റെ വാട്ടർ തീം പാർക്കിൽ നിന്ന് കഷ്ടിച്ച് 3 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ റിസോർട്ട്. രണ്ടും സ്ഥിതി ചെയ്യുന്നത് അതീവ പരിസ്ഥിതി ലോല പ്രദേശത്താണ്. PVR നാച്ചുറൽ റിസോർട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്നാണ് പഞ്ചായത്ത് രേഖകൾ പറയുന്നത്. ഇതോടെ PV അൻവർ MLA കൂടുതൽ കുരുക്കിലേക്ക് നീങ്ങുകയാണ്. കക്കാടംപൊയിലിൽ നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. പാലക്കാട് ശിരുവാണി ഡാമിന്റെ വൃഷ്ടി പ്രദേശത്ത് ഭൂമി ഇടിഞ്ഞു താഴ്ന്നു. കേരളമേട്, ശിങ്കംപാറ മേഖലകളിലാണ് ആശങ്കാജനകമായ രീതിയിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്നത്. ഇതേ തുടർന്ന് കേരളമേട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കുള്ള റോഡിൽ ഗതാഗതം നിലച്ചു.
ഞാനിപ്പോൾ നിൽക്കുന്നത് ശിരുവാണി ഡാമിന് സമീപമുള്ള കേരളമേടിലാണ്. ഇവിടെ 5ലേറെ സ്ഥലങ്ങളിലാണ് ഭൂമി വൻതോതിൽ ഇടിഞ്ഞു താഴ്ന്നത്. ഇത് മനസ്സിലാക്കണമെങ്കിൽ എനിക്ക് തൊട്ട് താഴെ നിൽക്കുന്ന ശിങ്കമ്പാറ ആദിവാസി കോളനിയിലെ ഷൺമുഖനെ കാണുക. ഒരാൾ പൊക്കത്തിലാണ് ഇവിടെ ഈ ഭൂമി താഴ്ന്നിട്ടുള്ളത്. ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഈ മേഖലയിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ശിരുവാണി ഡാമിന് സമീപത്തുള്ള ശിങ്കംപാറയിലും സംസ്ഥാന അതിർത്തിയായ കേരളമേട് മേഖലയിലുമാണ് ഭൂമി വൻതോതിൽ ഇടിഞ്ഞു താഴ്ന്നത്. ആഗസ്റ്റ് 16, 17 തീയതികളിൽ പെയ്ത അതിതീവ്ര മഴയിലാണ് ഈ ഭാഗം ഇടിഞ്ഞു താഴ്ന്നത്. ശിരുവാണി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഉൾപ്പെട്ടതാണ് കേരളമേട്. ശിരുവാണി ഡാമിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന ഇൻടേക്ക് ടവർ മുതൽ കേരളമേട് വരെ 5 കിലോമീറ്ററിലേറെ ദൂരം ഭൂമി ഇടിഞ്ഞു താഴ്ന്നിട്ടുണ്ട്. ഈ ഭാഗത്തേക്കുള്ള റോഡിന്റെ ചിലയിടങ്ങളിൽ 7 അടിയോളമാണ് താഴ്ന്നത്. പല ഭാഗങ്ങളും വിണ്ടുകീറി നിൽക്കുന്നു. ഇൻഡാക്കിൽ നിന്ന് 100 മീറ്റർ ഇപ്പുറത്തിരുന്ന് കേരള ബോർഡ് വരെ ഒരു 5-6 സ്ഥലം വരെ ഇടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. അതേമാതിരി സിംഗമര കോളനി തൊട്ട് മുകളിലേക്ക് ഒരു 10-30 മീറ്ററത്തോളം റോഡ് കംപ്ലീറ്റ് താഴ്ന്നു പോയിട്ടുണ്ട്. റോഡിൽ നിന്നുള്ള കാഴ്ച തന്നെ ഞെട്ടിപ്പിക്കും. വനത്തിനുള്ളിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ച് കൂടുതൽ പരിശോധന ആവശ്യമാണ്. ഇൻടേക്ക് ടവർ മുതൽ റോഡ് തകർന്നതോടെ കേരളമേട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കുള്ള ഗതാഗതം സ്തംഭിച്ചു. മണിക്കൂറുകൾ നടന്നു വേണം വനംവകുപ്പ് ജീവനക്കാർക്ക് ഇവിടെ എത്താൻ. ഇനിയും ശക്തമായ മഴ ഉണ്ടായാൽ ഈ മേഖലകളിൽ വൻ ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ട് എന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ശിരുവാണി ഡാമിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഭൂമി വൻതോതിൽ ഇടിഞ്ഞു താഴ്ന്നതിനെക്കുറിച്ച് ശാസ്ത്രീയ പഠനവും തുടർ നടപടികളും അനിവാര്യമാണ്. അല്ലെങ്കിൽ വരും കാലങ്ങളിൽ ഗുരുതര പ്രത്യാഘാതമാകും നേരിടേണ്ടി വരിക. ശിരുവാണിയിൽ നിന്നും ക്യാമറമാൻ KM പ്രയത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18. മലപ്പുറം നിലമ്പൂർ പന്തീരായിരം മലയിലെ ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും നശിച്ച പ്രദേശമാണ് കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള മതിൽമൂല. മതിൽമൂലയിലുള്ളവർ ഇനി തിരിച്ചുവരവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പ്രളയം കവർന്ന പ്രദേശത്ത് നിന്നും ഇപ്പോൾ ഉയരുന്ന ശബ്ദം ഉരുളൻ പാറകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴയുടേത് മാത്രം. ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ പ്രളയം തകർത്തെറിഞ്ഞ മതിൽമൂലയിലേക്കുള്ള യാത്രയിലാണ്. ഞാൻ നിൽക്കുന്നിടത്ത് ടാറിട്ട ഒരു റോഡുണ്ടായിരുന്നു. ഈ ഒഴുക്ക് കാഞ്ഞിരപ്പുഴയ്ക്ക് പ്രളയം നൽകിയ കൈവഴിയാണ്. കല്ലൊക്കെ ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ഉണ്ടാവും. പച്ചക്കറി ആയാലും തെങ്ങായാലും കവുങ്ങായാലും ഒക്കെ നല്ല വിളവ് കിട്ടും. ഇപ്പോൾ അത് വേറെ ലോകമായി. ഇവിടെ ചെറിയൊരു തോടുണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അതൊരു പുഴയായി മാറി. ഇത് നമുക്ക് നോക്കാം. ഇതൊരു വീടായിരുന്നു. ആനന്ദവല്ലി ഷാജി എന്ന് പറയുന്ന 2 പേരുടെ വീടായിരുന്നു. ആ വീട് പൂർണ്ണമായി നാമാവിശേഷമായി തീർന്നിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ മതിൽമൂലയിൽ. മലവെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ മതിൽമൂല പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടു. ഇനിയൊരു തിരിച്ചുവരവ് ഇവിടെ സാധ്യമാകുമെന്ന് കരുതുന്നില്ല. 54 വീടുകളുണ്ട് മതിൽമൂലയിൽ. അതിൽ 16 വീടുകൾ പൂർണ്ണമായും മറ്റുള്ളവ ഭാഗികമായും തകർന്നു. ഇത് എന്നെ കടം വാങ്ങിയിട്ടൊക്കെ അണ്ണന്മാരെ കയ്യിൽ നിന്ന് കടം വാങ്ങിയിട്ടൊക്കെയാണ് ഇത്രയും ആക്കിയെടുത്തത്. ഇത് അപ്പോൾ ഇതിൽ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇപ്പോൾ ഇനിയിപ്പോൾ തീരെ നിൽക്കാൻ പറ്റൂല. ഇനിയും പൊട്ടിയത് ഇനിയും എന്നൂടായില്ലല്ലോ. അപ്പം പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഇവിടെ നിൽക്കും? ആറുപേരുടെ ജീവിതം കവർന്ന ചെട്ടിയാമ്പാറ ഒരു വിളിപ്പാടകൽ നിൽക്കുമ്പോൾ മതിൽമൂലക്കാർ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് മാത്രമാണ്. ഒരിക്കലും ഇവിടേക്ക് തിരിച്ചുവരവ് ഉണ്ടാകരുതേ എന്ന് ഇവർ പറയുന്നതിൻ്റെ കാരണം ഈ കാഴ്ചകൾ തന്നെ ബോധ്യപ്പെടുത്തി തരും. ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം മതിൽമൂലയിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, ന്യൂസ് 18. കുട്ടനാട്ടിലെ പാടശേഖരങ്ങളിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യാനുള്ള നീക്കം വൈകുന്നു. മോട്ടോറുകൾ ശരിയാക്കാൻ നടപടിയെടുക്കാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധി. ആലപ്പുഴ ചങ്ങനാശ്ശേരി പാതയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാനുള്ള പമ്പിങ്ങും നിർത്തി. ഈ ഡീസൽ പമ്പ് ഉപയോഗിച്ചുകൊണ്ടാണെങ്കിലും വെള്ളം അടിയന്തരമായിട്ട് വറ്റിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടി ഇന്ന് തൊട്ട് ആരംഭിക്കുകയാണ്. ഒരു 10 ദിവസം കൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തെ വെള്ളം പൂർണ്ണമായിട്ടും ആളുകൾക്ക് തിരിച്ച് താമസിക്കാനും തുലാം 10ഓടുകൂടി കൃഷി ആരംഭിക്കാനും കഴിയുന്നതോടുകൂടി കുട്ടനാട് പ്രദേശം പരിപൂർണമായിട്ടും അവർ സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ മന്ത്രിയുടെ പ്രഖ്യാപനം പാഴ്വാക്കായി. കുട്ടനാടൻ പാടശേഖരങ്ങളിലെ വെള്ളം വറ്റിക്കാനുള്ള പമ്പിംഗ് വൈകുകയാണ്. വെള്ളം ഇറങ്ങി തുടങ്ങിയതുമില്ല. പ്രളയത്തിൽ മുങ്ങിയ മോട്ടോറുകൾ ശരിയാക്കാനും നടപടിയായില്ല. ദുബായിൽ നിന്നുള്ള വലിയ ശക്തിയുള്ള പമ്പുകൾ കൈനകരി ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് എത്തുന്നതേയുള്ളൂ. കുട്ടനാടിന്റെ വിവിധ മേഖലകളിൽ ഭക്ഷ്യ കുടിവെള്ളക്ഷാമം നേരിടുന്നുണ്ട്. ഇത് പരിഹരിക്കാൻ പഞ്ചായത്ത് തലത്തിൽ ധനമന്ത്രി നേരിട്ട് പങ്കെടുത്താണ് യോഗങ്ങൾ ചേർന്നത്.
അതിൽ നടപടിയായി. ഇന്നിപ്പോൾ ദുബായിൽ നിന്നുള്ള പമ്പുകൾ ലാൻഡ് ചെയ്ത് കഴിഞ്ഞു. അവയെല്ലാം ചങ്ങാടത്തിൽ പിടിപ്പിച്ച് പാടങ്ങളിലേക്ക് പോയി. അങ്ങനെയുള്ള സ്ഥലങ്ങൾക്ക് മുൻഗണന നൽകി പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. കൈനഗിരി 2 ദിവസത്തിനുള്ളിൽ പൂർണ്ണമായിട്ട് ആളുകൾക്ക് മടങ്ങാൻ പറ്റുന്ന രീതിയിൽ അവിടെ വെള്ളം പറ്റും. ആലപ്പുഴ ചങ്ങനാശ്ശേരി പാതയിൽ പലയിടത്തും വെള്ളക്കെട്ട് തുടരുകയാണ്. ന്യൂസ് 18 ആലപ്പുഴ. സംസ്ഥാനത്ത് എലിപ്പനി ബാധിച്ച് ഇന്ന് 8 മരണം. ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കാണ് ഇത്. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ 3 പേർ വീതം മരിച്ചു. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, മരണനിരക്ക് ഉയരുകയാണ്. എലിപ്പനി ബാധിച്ച് സംസ്ഥാനത്ത് മരണസംഖ്യ ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം എത്രയാണ് ഇപ്പോൾ? ഔദ്യോഗിക കണക്കാണ് അപർണ 8 മരണം എന്നുള്ളത്. അത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിൽ 3 പേരും കോഴിക്കോട് ജില്ലയിൽ 2 പേരും മരിച്ചു എന്നതാണ്. എലിപ്പനി രോഗലക്ഷണങ്ങളുമായി മരിച്ചു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്ക്. ഇതിൽ എല്ലാവരും എലിപ്പനി ബാധയാണെന്ന് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ എലിപ്പനി ലക്ഷണങ്ങളാണുള്ളത്. ഇത് എലിപ്പനി ബാധിച്ചത് തന്നെയാണെന്നാണ് പ്രാഥമികമായി തന്നെ ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മറ്റു ജില്ലകളിലേക്കും എലിപ്പനി പടരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. 92 പേർ ഇന്ന് മാത്രം എലിപ്പനി ലക്ഷണങ്ങൾ കണ്ടു എന്നതാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ 40 പേർക്ക് എലിപ്പനി ബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വലിയൊരു ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ്. എലിപ്പനി കൂടുതൽ മേഖലകളിലേക്ക് പടരുന്നു എന്നതാണ് ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കിൽ തന്നെ വ്യക്തമാക്കുന്നത്. ടി ജി സജിത്ത്, തിരുവനന്തപുരത്ത്. പ്രളയബാധിതർക്കുള്ള 10,000 രൂപയുടെ അടിയന്തര ധനസഹായ വിതരണം ഒരാഴ്ചയ്ക്കകം പൂർത്തീകരിക്കുമെന്ന് അഡീഷണൽ ചീഫ് സെക്രട്ടറി PH കുര്യൻ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നാണ് ധനസഹായം വിതരണം ചെയ്യുന്നത്. അതിനാൽ അർഹരായവർക്ക് തന്നെയാണ് തുക ലഭിക്കുന്നതെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ദുരിതബാധിതരുടെ കൃത്യമായ കണക്ക് തയ്യാറാക്കി യോഗ്യരായവരെ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തി ബാങ്കുകളിലേക്കും ട്രഷറി അക്കൌണ്ടുകളിലേക്കുമാണ് തുക കൈമാറുന്നത്. 2 ദിവസം വീട്ടിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങൾ നഷ്ടമായവർക്കാണ് തുക നൽകുന്നതെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി അറിയിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് തിരിച്ചു. മന്ത്രിസഭായോഗം വിളിക്കുന്നതടക്കമുള്ള നിർണായക ചുമതലകൾ EP ജയരാജൻ നൽകി. മുഖ്യമന്ത്രിയുടെ അഭാവം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ബാധിക്കില്ലെന്ന് EP ജയരാജൻ പറഞ്ഞു. പുലർച്ചെ 4:30ഓടെയാണ് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് തിരിച്ചത്. മയോ ക്ലിനിക്കിൽ 3 ആഴ്ചത്തെ ചികിത്സയാണ് അദ്ദേഹത്തിനുള്ളത്. ശസ്ത്രക്രിയയ്ക്കടക്കം മുഖ്യമന്ത്രി വിധേയനാകുമെങ്കിലും രോഗവിവരം സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഓഫീസ് പുറത്തുവിട്ടിട്ടില്ല. മുഖ്യമന്ത്രിയുടെ അസാന്നിധ്യത്തിൽ EP ജയരാജനാണ് നിർണായക ചുമതലകൾ കൈമാറിയിരിക്കുന്നത്. മന്ത്രിസഭായോഗം വിളിക്കുന്നതും ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സ്വീകരിക്കുന്നതും EP ജയരാജന്റെ ചുമതലയായിരിക്കും. അതിനൊന്നും ഒരു തടസ്സം ഉണ്ടാവില്ല. ഉള്ള കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകും. അത് ഓരോ യോഗം കഴിഞ്ഞാൽ നിങ്ങൾ എന്താണെന്നുള്ളത് അപ്പോൾ നിരീക്ഷിക്കാം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പൂർണ്ണ ചുമതല ആർക്കും കൈമാറിയിട്ടില്ലെന്നാണ് സൂചന. അങ്ങനെ പ്രത്യേകിച്ച് ഒരാളെയും ചുമതല കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ മുഖ്യമന്ത്രിയും 19 മന്ത്രിമാരും ഞങ്ങൾ 19 മന്ത്രിമാരും ഒരു ടീമായി മുഖ്യമന്ത്രിക്ക് വേണ്ടി അണിനിരന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവർത്തനങ്ങൾ സദാ തുടർന്നുകൊണ്ടിരിക്കും. കഴിഞ്ഞ ദിവസം ഗവർണറെ സന്ദർശിച്ച മുഖ്യമന്ത്രി രോഗവിവരങ്ങളും ചികിത്സയ്ക്കായുള്ള അമേരിക്കൻ യാത്രയും ധരിപ്പിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിൽ പോകാനിരുന്നതാണെങ്കിലും പ്രളയക്കെടുതികളുടെ പശ്ചാത്തലത്തിൽ യാത്ര മാറ്റിവെക്കുകയായിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ജലന്ധർ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റ് ചെയ്യണമെന്ന് അന്വേഷണ സംഘം. IG-യുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം DYSP ഈ ആവശ്യം അറിയിക്കും. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യാൻ മതിയായ തെളിവുകൾ ശേഖരിച്ചു കഴിഞ്ഞതായാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഫ്രാങ്കോ മുളയ്ക്കൽ നൽകിയ മൊഴി പച്ചക്കള്ളമാണെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു കഴിഞ്ഞു. ഇത് തെളിയിക്കാൻ മതിയായ രേഖകളും കണ്ടെടുത്തു. ലൈംഗിക പീഡനം സംബന്ധിച്ച് കന്യാസ്ത്രീ നൽകിയ മൊഴിപ്രകാരമുള്ള തെളിവുകളും ശേഖരിച്ചു. ഈ സാഹചര്യത്തിലാണ് ബിഷപ്പിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ അന്വേഷണ സംഘം തീരുമാനിച്ചത്. കേസിന്റെ മേൽനോട്ട ചുമതല വഹിക്കുന്ന IG വിജയ് സാഖറയുടെ അനുമതിയോടെയാകും തുടർ നടപടികൾ ഉണ്ടാകുക. ബിഷപ്പിനെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്ന് IG-യുടെ നേതൃത്വത്തിൽ നാളെ നടക്കുന്ന യോഗത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ വൈക്കം DYSP സുഭാഷ് ആവശ്യപ്പെടും. IG-യുടെ അനുമതി ലഭിച്ചാൽ കേരളത്തിലെത്താൻ ബിഷപ്പിന് അന്വേഷണ സംഘം നോട്ടീസ് അയക്കും. കേസുമായി സഹകരിച്ച് ബിഷപ്പ് കേരളത്തിലെത്തുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. അതുണ്ടായില്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് കടക്കും. അതിനിടെ കന്യാസ്ത്രീയെ സ്വാധീനിക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ഇടനിലക്കാരനെന്ന് ആരോപിക്കപ്പെട്ട ഷോബി ജോർജിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. കേസുമായി തനിക്ക് ബന്ധമില്ലെന്നാണ് ഷോബിയുടെ മൊഴി. ജലന്ധറിലേക്ക് പോയിട്ടില്ല. വാഹനം വാങ്ങാൻ ഒരു തവണ പഞ്ചാബിൽ പോയിരുന്നതായും ഷോബി പോലീസിനോട് പറഞ്ഞു. ഇക്കാര്യം പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജലന്ധർ ബിഷപ്പിന്റെ ബലാത്സംഗ കേസിൽ തെളിവ് ശേഖരണമെന്ന സുപ്രധാന ഘട്ടം അന്വേഷണ സംഘം പൂർത്തിയാക്കി കഴിഞ്ഞു. ബിഷപ്പിനെ അറസ്റ്റ് ചെയ്യണോ എന്ന കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കേണ്ടത് സംസ്ഥാനത്തെ ഉന്നത പോലീസ് നേതൃത്വമാണ്.
ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. തെലങ്കാന നിയമസഭ പിരിച്ചുവിടുന്നത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനമെടുത്തില്ല. സുപ്രധാന തീരുമാനമെടുക്കാൻ വൈകാതെ പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. പ്രഗതി നിവേദന സഭ എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന മെഗാ റാലിയിൽ അല്പസമയത്തിനകം മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവു സംസാരിക്കും. 4 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കാനാണ് യോഗം. കാലാവധി അവസാനിക്കും മുൻപ് നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്താനാണ് ടിആർഎസിന്റെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനതല സഖ്യമില്ലാത്ത ഇടങ്ങളിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മത്സരിക്കാൻ സിപിഎമ്മിൽ ധാരണ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്നതും പരിഗണിക്കും. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യം അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയും പരിശോധിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ സഖ്യം സാധ്യമല്ലെന്ന് സിപിഎം പോളിറ്റ് ബ്യൂറോ നേരത്തെ വിലയിരുത്തിയിരുന്നു. ഓരോ സംസ്ഥാനത്തും സാഹചര്യങ്ങളനുസരിച്ച് ബിജെപി വിരുദ്ധ സഖ്യമുണ്ടാക്കുക എന്നതിനാണ് പാർട്ടി ഊന്നൽ. പശ്ചിമബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഒഡീഷ സംസ്ഥാന ഘടകങ്ങൾ സഖ്യസാധ്യത സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിക്കഴിഞ്ഞു. എന്നാൽ രാഷ്ട്രീയ അടിത്തറ വീണ്ടെടുക്കുന്നതിനായി ഉത്തർപ്രദേശിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യമാണ് പരിഗണനയിൽ. ബിഎസ്പിയും എസ്പിയും പോലുള്ള പ്രബല പാർട്ടികളുടെ നിഴലാകുന്നതിലും നല്ലത് ചുരുക്കം മണ്ഡലങ്ങളിലെങ്കിലും മികച്ച പ്രകടനത്തിന് ശ്രമിക്കുകയാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. മഹാരാഷ്ട്രയിലെ പൽഗർ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച കോൺഗ്രസിനേക്കാൾ മുന്നിലെത്തിയതാണ് ഒരു ഉദാഹരണം. സംസ്ഥാനങ്ങളിലെ പ്രധാന പാർട്ടികൾ മതിയായ പരിഗണന നൽകുന്നില്ലെങ്കിൽ അവിടങ്ങളിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് നീക്കം. ബംഗാളിൽ കോൺഗ്രസുമായി സഖ്യം വേണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ അഭിപ്രായ ഐക്യമില്ല. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം അടുത്ത മാസം ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായേക്കും. ന്യൂസ് 18 ഡൽഹി. റോബർട്ട് വാദ്രയുടെ ഭൂമി ഇടപാടിൽ കേസ് രജിസ്റ്റർ ചെയ്തതിനെ ചോദ്യം ചെയ്ത് ഹരിയാന മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡ. ആൾക്കാരുടെ ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്രമം. 4 വർഷമായി ഒരു തെളിവും ലഭിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് നടപടിയെന്നും ഹൂഡ ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് സോണിയാഗാന്ധിയുടെ മരുമകനായ റോബർട്ട് വാദ്രയ്ക്കും മുൻ മുഖ്യമന്ത്രി ഭൂപീന്ദർ സിംഗ് ഹൂഡയ്ക്കുമെതിരെ കേസെടുത്തത്. എറണാകുളത്തിനും ഇടപ്പള്ളിക്കുമിടയിൽ ട്രാക്ക് നവീകരണം നടക്കുന്നതിനാൽ ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണം. ചൊവ്വ, ശനി, ഞായർ ദിവസങ്ങളിലാണ് നിയന്ത്രണം. യാത്രാക്ലേശം പരിഹരിക്കാൻ ബദൽ ക്രമീകരണങ്ങളും റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 2 മുതൽ ഒക്ടോബർ 6 വരെയാണ് ഗതാഗത നിയന്ത്രണം. ചൊവ്വ, ശനി, ഞായർ ദിവസങ്ങളിൽ 8 ട്രെയിനുകളുടെ സർവീസ് പൂർണ്ണമായി റദ്ദാക്കി. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി, കോട്ടയം നിലമ്പൂർ പാസഞ്ചർ, നിലമ്പൂർ കോട്ടയം പാസഞ്ചർ, എറണാകുളം ഗുരുവായൂർ പാസഞ്ചർ, ഗുരുവായൂർ തൃശൂർ പാസഞ്ചർ തുടങ്ങിയ ട്രെയിനുകളാണ് റദ്ദാക്കിയത്. എറണാകുളം കണ്ണൂർ ഇന്റർസിറ്റി റദ്ദാക്കുന്ന ദിവസങ്ങളിൽ നാഗർകോവിൽ മംഗളൂരു ഏറനാട് എക്സ്പ്രസിന് അങ്കമാലിയിലും ഇരിങ്ങാലക്കുടയിലും പ്രത്യേക സ്റ്റോപ്പ് അനുവദിച്ചു. ബദൽ ക്രമീകരണങ്ങളുണ്ടെങ്കിലും ഗതാഗത നിയന്ത്രണം യാത്രക്കാർക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. This train will reach at we have come from Valankani and from here we are having a connecting train and this train it will reach at 1:15, so it will be at midnight, so to go home it will be a problem for us. So it's better if there was a train during daytime so that we reach during daytime. വെള്ളി, ശനി, തിങ്കൾ ദിവസങ്ങളിൽ തിരുവനന്തപുരം മധുരൈ അമൃത എക്സ്പ്രസ്, കോട്ടയം തൃശൂർ സെക്ഷനുകളിൽ 3 മണിക്കൂറുകളോളം പിടിച്ചിടും. എറണാകുളം പൂനെ എക്സ്പ്രസ് എറണാകുളത്ത് നിന്ന് രാവിലെ 6:15 പുതിയ ഷെഡ്യൂൾ പ്രകാരം പുറപ്പെടുക. ചൊവ്വ, ശനി, ഞായർ ദിവസങ്ങളിൽ ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ് 40 മിനിറ്റും നാഗർകോവിൽ മംഗളൂരു ഏറനാട് എക്സ്പ്രസ് 30 മിനിറ്റും വൈകും. ന്യൂസ് 18 കൊച്ചി. കോഴിക്കോട് ബാലുശ്ശേരിയിൽ നവജാത ശിശുവിനെ മാതാവ് കൊലപ്പെടുത്തി. വലിയ മലക്കുഴി കോളനിയിൽ താമസിക്കുന്ന റിൻഷയാണ് ജന്മം നൽകി മണിക്കൂറുകൾക്കകം കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. റിൻഷയെ ബാലുശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി.